താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ മനോഹരമായ ഒരു നല്ല സദസ്സിൽ മനുഷ്യ മനസ്സുകളിൽ എല്ലാവരുടെയും ഇടയിൽ ഇടം പിടിച്ച പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഏറ്റവും വലിയ സന്തോഷമാണ്. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപക്ഷെ ഒരർത്ഥത്തിൽ എല്ലാവരും ഭയങ്കര ടെൻഷനായിട്ട് ഹാളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് സമയം സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ ബിനുരാജ്, ഡയറക്ടർ ബിനുരാജ് സാറ് പറഞ്ഞു, മലയാളികളൊക്കെ ഇങ്ങനെ മസിലും പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞു. മലയാളികൾ മുഴുവൻ മസിലും പിടിച്ച് നടക്കുകയാണ് എന്ന് പറഞ്ഞത് ഒരു അക്ഷരാർത്ഥത്തിൽ എത്രമാത്രം ശരിയാണോ ശരിയല്ലയോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മഹിത പരിശോധന നടത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും ചുരുങ്ങിയ വാക്കുകളിൽ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ പരിപാടിയുടെ മുന്നിലും പിന്നിലൊക്കെ നിൽക്കുന്ന പ്രിയപ്പെട്ട സുനിൽ മുളവന. സുനിൽ ഒരിക്കൽ എൻ്റെ വീട്ടിലോട്ട് വരുന്നത് ഒരു 5-8 ഓട്ടോറിക്ഷക്കാർ സുനിലിനെ കയറ്റാതെ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, സാറിൻ്റെ വീട്ടിലേക്ക് ഒരാൾ നല്ല വെള്ളം അടിച്ചിട്ടുണ്ട്, അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഇയാളെ വണ്ടി കയറ്റുന്നതെന്ന് ചോദിച്ചു സുനിലിനെ. അപ്പോൾ അങ്ങനെ സുനിൽ വരുമ്പം എൻ്റെ വീട്ടിൽ നാസർമാനൊക്കെ ഉണ്ട്, അതേപോലെ എൻ്റെ അമ്മയെല്ലാം വീട്ടിൽ ഇരിക്കുമ്പോൾ സുനിൽ വണ്ടിയെന്നൊന്ന് ഇറങ്ങുകയാണ്. സുനിലിന് ശാരീരികമായിട്ടും അസ്വസ്ഥതയുള്ള ഒരു വ്യക്തി കൂടിയാണ് സുനിൽ. സുനിൽ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വരുന്നത് ഏകദേശം ഒരു 3 വർഷത്തിന് മുമ്പ് സുനിലുമായിട്ട് ബന്ധമുണ്ട്. കൊല്ലത്ത് സുനിലിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ സുനിലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരു കോളനിക്കകത്ത് ഒരു കുഞ്ഞ് ഷെഡിനകത്ത് അവിടെ ഒരുപാട് പരാധീനതകളൊക്കെ ഉള്ള ഒരു കുടുംബത്തിൽ ഒരാളാണ് സുനിൽ. പക്ഷെ ഒരുപാട് ബന്ധങ്ങളുണ്ട് സുനിലിന്. കലാമേഖലകളിൽ വല്ലാത്തൊരു ബന്ധമുണ്ട്. എനിക്ക് തോന്നുന്നു സുനിലിന് മസിലില്ലാത്തത് കൊണ്ടാണ്. ഈ മസിലില്ലാത്തതാണ് സുനിലിൻ്റെ അസുഖവും. ഒരുപക്ഷെ സുനിലിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ സുനിലിൻ്റെ അസുഖത്തിൻ്റെ പേരും അത് തന്നെയാണ്, മസിൽ ഇല്ലാത്തതാണ് സുനിലിൻ്റെ അസുഖത്തിൻ്റെ പേര്. അതുകൊണ്ടായിരിക്കാം സുനിലിന് ഒരുപാട് ബന്ധങ്ങളുണ്ട്. മാവിൻ ചുവട്ടിലും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മുറ്റത്തും ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലെല്ലാം സുനിൽ കിടന്നുറങ്ങി ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ കലാകാരന്മാരെയൊക്കെ യോജിപ്പിച്ച് തൻ്റേതായ സ്നേഹമൊക്കെ മണിച്ചേട്ടൻ്റെ പേരിൽ ചാർത്തി ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും കാക്കിയിട്ട ഒരു പോലീസുകാരൻ എന്ന രീതിയിൽ എനിക്കും അതിനോടൊപ്പം കൂടണമെന്ന് ഏറെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സമീർ കുന്നമംഗലമാണ്. നമുക്കൊക്കെ അറിയാം, ഒരു വീഡിയോയ്ക്കകത്ത് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓരോ വീഡിയോയ്ക്കും 70-80 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ വീഡിയോയെ കണ്ടുകൊണ്ട് വിദേശത്ത് പ്രവാസികളും ആളുകളൊക്കെ അയച്ചു കൊടുത്ത് ഏകദേശം 268ഓളം പേരുടെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് ധനം സമാഹരിച്ചു കൊടുത്ത ഒരു വലിയ മനുഷ്യനാണ് അഡ്വക്കേറ്റ് സമീർ. അതേപോലെ ഒരുപാട് മേഖലകളിൽ നിങ്ങളെല്ലാം നമ്മുടേതായ കലാകാരന്മാർ ഓരോ മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്നവരാണ്. അതിനെല്ലാം സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം. പൊതുജനങ്ങൾക്കിടയിൽ ഡ്യൂട്ടി എടുക്കുമ്പോൾ എല്ലാവരുടെ ചിരിച്ചുകൊണ്ടും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എനിക്ക് സാധിക്കണേ എന്ന് നിങ്ങളുടെ പ്രാർത്ഥന എന്നെ കൂടെ ഓർക്കണം. പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ പേജിന് ഒരു മോണിറ്റേഷൻ ഇല്ലാത്ത പേജാണ്, ഫിലിപ്പ് മമ്പാട് എന്നാണ്. ഇപ്പം ഞാൻ കോട്ടയത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. ആദരനായ സാദിഖലി തങ്ങളെക്കുറിച്ചാണ്, അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ ഏകദേശം ഒരു 100K ആളുകൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു 3.5 ലക്ഷം പേര് എന്നെ സോഷ്യൽ മീഡിയയിൽ പോലീസുകാരൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു മോണിറ്റേഷൻ എൻ്റെ പേജിനില്ല, നിങ്ങൾ കണ്ടാലറിയാം. ഏകദേശം അതിൻ്റെ ആ വീഡിയോയുടെ ഇതൊക്കെ നിലവാരം നോക്കിയപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു 75,000-80,000 രൂപ പ്രതിമാസം അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാനും എൻ്റെ അമ്മയൊരു കുടുംബവും മമ്പാടെന്നൊരു വെച്ച് ഗ്രാമത്തിൽ ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയുന്നുണ്ട്. മാസം ഒരു 72,000 ശമ്പളം കിട്ടുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കടന്നു വരുന്ന 23 വർഷമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കടന്നു വരുന്ന കുട്ടികളുടെയും അതുപോലെ പൊതുജനത്തിൻ്റെയൊക്കെ മാനസിക, വൈകാരിക, ശാരീരിക വേദനകൾ എന്താണെന്ന് സത്യസന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്നും അതെന്നും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എന്തെങ്കിലും മലപ്പുറത്തേക്ക് വരുമ്പോൾ പെരിന്തൽമണ്ണ വഴിയൊക്കെ വരികയാണെങ്കിൽ ആരോട് ചോദിച്ചാലും എൻ്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടും, ഫിലിപ്പ് മമ്പാട്. ഇനിയും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യണമെങ്കിലും എന്നോട് ഷെയർ ചെയ്യാം. നിശ്ചയമാണ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ മനോഹരമായ ഈ സദസ്സ്, കലാഭവൻ മണിച്ചേട്ടൻ്റെ മണിരത്ന പുരസ്കാരത്തിൻ്റെ ഈ മഹത്തരമായ ചടങ്ങ് എൻ്റെ അമ്മ മേരിക്കുട്ടിയുടെ നാമത്തിൽ ഔപചാരികമായിട്ടും ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിനു അടിമാലിയുണ്ട്, സുബിയുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനൂപേട്ടൻ്റെ സഹധർമ്മിണി നമ്മുടെ പ്രിയങ്ക വേദിയിലുണ്ട്. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നത് ഞാൻ ഈ മറ്റേ മിന്നന്താരം എന്ന പരിപാടിയിൽ പോലീസിൽ നിന്ന് ആദ്യമായിട്ട് ചെന്നപ്പോൾ എന്നോട്
അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് പിന്നെ അനൂപേട്ടൻ പറഞ്ഞത് ഈ പോലീസുകാർക്കൊക്കെ മസിലാണല്ലോ, മസിലൊക്കെ വിടാൻ. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ മിന്നന്താരം പരിപാടി പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഒരുപക്ഷെ അന്നത്തെ എനിക്ക് തോന്നുന്ന പ്രിയങ്കയുടെ ഹസ്ബൻഡ് അനൂപേട്ടൻ്റെ ആ ഗ്രൂമിങ് ആയിരിക്കാം. പിന്നെ വെറുതെ അല്ല ഭാര്യ എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ ഞാൻ എൻ്റെ ഫൈനൽ കണ്ടസ്റ്റൻസ് കൂടിയായിരുന്നു. ഞാൻ എൻ്റെ ഭാര്യ ഡോളിയും. അതിൻ്റെ 3ാം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വെറുതെ അല്ല ഭാര്യ റിയാലിറ്റി ഷോയിൽ. ഒരുപക്ഷെ ഇതൊക്കെ നിങ്ങളെപ്പോലെ കലാകാരന്മാരെ കണ്ടിട്ട്, നിങ്ങളൊക്കെ വേദിയിൽ ചെയ്യുന്ന പെർഫോമൻസ് കണ്ടിട്ടാവും ഒരുപക്ഷെ എനിക്കൊക്കെ മുൻപോട്ട് നയിക്കാനുള്ള ഊർജ്ജവും ശക്തിയൊക്കെ ലഭിച്ചെന്ന് ഓർക്കുകയാണ്. അപ്പോൾ കണ്ടവർക്കും കേട്ടവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജഗദീശ്വരൻ അനുകരിക്കട്ടെ. താങ്ക് യു.